ഷൈൻ മുഹമ്മദ് 7 കോടി രൂപയുടെ ബിസിനസ്സും 2.5 കോടി രൂപയുടെ സ്വന്തമായുള്ള ഒരു വീടും ബാംഗ്ലൂരിൽ മൈൻഡ് പവർ യൂസ് ചെയ്തുകൊണ്ട് മാനിഫെസ്റ്റ് ചെയ്ത ഒരു വ്യക്തി കൂടിയാണ് ഷൈൻ മുഹമ്മദ്. സോ കൺഗ്രാറ്റുലേഷൻ ഷൈൻ മുഹമ്മദ്. ഹലോ, എല്ലാവർക്കും സ്വാഗതം. മനസ്സിൻ്റെ പവർ ഉപയോഗിച്ചുകൊണ്ട് ബാംഗ്ലൂരിൽ 2.5 കോടിയുടെ ഒരു വീട് മാനിഫെസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ശരിക്കും വിശ്വസിക്കാൻ പ്രയാസം ഉണ്ടാവും. പക്ഷേ അത് ചെയ്ത് തെളിയിച്ച ഒരു സ്പെഷ്യൽ അതിഥിയാണ് നമ്മളോടൊപ്പം ഇന്നുള്ളത്. അതുപോലെ തന്നെ അദ്ദേഹം 1 വർഷം കൊണ്ട്, മറ്റേ വീടെന്ന് പറഞ്ഞാൽ 11 മാസം കൊണ്ടാണ് അദ്ദേഹം മാനിഫെസ്റ്റ് ചെയ്തത്. 7 കോടിയുടെ ബിസിനസ് 1 വർഷം കൊണ്ട് മാനിഫെസ്റ്റ് ചെയ്തു. സോ മൈൻഡ് ബ്ലൂ പ്രിൻ്റ് എന്ന് പറയുന്ന എൻ്റെ സിസ്റ്റത്തിലെ 2021 മുതൽ എൻ്റെയോടൊപ്പം ഉള്ള എൻ്റെ സ്റ്റുഡൻ്റാണ്, നല്ലൊരു സുഹൃത്താണ്. അത് എന്തൊക്കെയാണ് അദ്ദേഹം മാനിഫെസ്റ്റ് ചെയ്തത്, എന്തൊക്കെ ബുദ്ധിമുട്ടുകളിലൂടെയാണ് അദ്ദേഹം കടന്നുപോയത്, ഇതെല്ലാം ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ടാവും. നിങ്ങൾക്ക് ഒരുപാട് ഐഡിയാസും ഇൻസ്പിറേഷനും ഈ യുവാവിൽ നിന്ന് കിട്ടുന്നുണ്ടാവും. സോ നമുക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യാം ഷൈൻ മുഹമ്മദ് ഫ്രം ബാംഗ്ലൂർ. അദ്ദേഹം ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്മാനാണ്. വെൽക്കം ഷൈൻ, വെൽക്കം. താങ്ക് യു ഷൈൻ. അപ്പോൾ ഒന്ന് ഞാൻ പരിചയപ്പെടുത്തി എങ്കിൽ ഷൈൻ്റെ കഥ ഷൈൻ തന്നെ പറയാം. എവിടെ നിന്നാണ്, എങ്ങനെയാണ് ഇതിലോട്ട് വന്നതെന്നൊക്കെ. തീർച്ചയായിട്ടും ഞാൻ നാട്ടില് കോതമംഗലം സ്വദേശിയാണ്, എറണാകുളം ഡിസ്ട്രിക്റ്റില്. ഓക്കെ. ബാംഗ്ലൂർ വന്നിട്ട് 13 വർഷമായി ഇവിടെ ബിസിനസ് ചെയ്യുന്നു. കഴിഞ്ഞൊരു 9 വർഷം 8 വർഷം ഞാൻ ഗാർമെന്റ്സ് ബിസിനസ് മാത്രമായിരുന്നു. പിന്നീട് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. സാറിന്റെ കൂടെ കൂടിയതിനു ശേഷമാണ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. താങ്ക് യു. ഓക്കെ. അതുപോലെ തന്നെ ഷൈൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ വരണമെന്ന് തീരുമാനിച്ചത്? ഞാൻ പ്രോഗ്രാമിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം 99 രൂപയുടെ ഒരു ഇംഗ്ലീഷ് കോഴ്സാണ് ചേർന്നത്. അപ്പൊ ആ കോഴ്സിന്റെ ഇടയിൽ സാറ് ഒന്ന് പറഞ്ഞു, മൈൻഡ് പവറിന്റെ കോഴ്സ് ഞാൻ ഒരു തവണ മുമ്പ് എടുത്തിട്ടുണ്ട്, ഈ കോഴ്സ് ഇനി തുടങ്ങുമ്പോൾ നിങ്ങൾ അറിയിക്കാന്ന് പറഞ്ഞു. ഞാൻ പിന്നെ നിരന്തരം ഇത് മൈൻഡ് പവർ കേൾക്കുമ്പോ ഞാൻ ആദ്യമായിട്ടാണ് അതിനെ കുറിച്ച് ആ സമയത്ത് കേൾക്കുന്നത്. കൊറോണ ടൈമിലായിരുന്നു. ഞാൻ 99 രൂപയുടെ ഇംഗ്ലീഷ് പഠിക്കാനാണ് ശരിക്കും വന്നത്. പക്ഷെ ഇംഗ്ലീഷ് പഠിക്കാൻ വന്നിട്ട് ആ ക്ലാസിന്റെ ഇടയിൽ സാർ ഒന്ന് മെൻഷൻ ചെയ്തു, മൈൻഡ് പവറിന്റെ കോഴ്സ് ഉണ്ട്, ഇപ്പൊ ഇല്ല, പക്ഷെ ഞാൻ തുടങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു. ഓ, അത് ശരി. ഓക്കെ. അങ്ങനെ 2021 പറയുമ്പോ 2024 ഇപ്പൊ 3 വർഷമായിട്ട് ഷൈൻ എന്റെ കൂടെ ഉണ്ടല്ലേ? എന്റെ ടീമിന്റെ കൂടെ ഉണ്ട്. അന്ന് അതിൽ ജോയിൻ ചെയ്യുമ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകളിലൂടെയായിരുന്നു ഷൈൻ്റെ ബിസിനസ്സും ലൈഫും എല്ലാം കടന്നു പോയിക്കൊണ്ടിരുന്നത്? അത് ഞാൻ ഇവിടെ ബാംഗ്ലൂർ വന്ന് ഒരുവിധം ബിസിനസ് പച്ച പിടിച്ച് വന്ന സമയത്ത് കൊറോണ തന്നെ. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ കുറെ സ്ട്രഗിൾ ചെയ്തിട്ടാണല്ലോ നമ്മളൊരു ബിസിനസ് ഒന്ന് റെഡിയായി വരിക. ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്ത് റെഡിയായി വന്ന സമയത്ത് കൊറോണ വന്നു. അപ്പൊ കൊറോണ വന്ന് നമ്മൾ പിന്നെ ഇങ്ങനെ ആകെ സ്ട്രഗിൾ ചെയ്ത് വീട്ടിൽ തന്നെ ഇവിടെ ഇങ്ങനെ ഫുള്ള് പൂട്ടിയിട്ടൊരു അവസ്ഥ. നാട്ടിലും പോയിട്ടില്ല, ഞാൻ നാട്ടിൽ പോയില്ല ആ സമയത്ത്, ഇവിടെ തന്നെയായിരുന്നു. ഇവിടെ തന്നെ ഫാമിലി ഉണ്ട്. അപ്പൊ മൊത്തത്തിൽ ഇങ്ങനെ അടച്ചു പൂട്ടിയിരുന്ന ഒരു സമയത്താണ് നമ്മൾ മൈൻഡ് പവറിന്റെ കോഴ്സ് ആയിട്ട് വന്നത്. പിന്നത്തെ 3 വർഷത്തെ ഒരു ചരിത്രമാണ്. പിന്നത്തെ 3 വർഷം എന്ന് പറഞ്ഞാൽ വലിയൊരു ചരിത്രമാണ്. ഒന്ന് ചുരുക്കി പറയാമോ, എന്തൊക്കെയാണ് അതിൽ ഉണ്ടായ നേട്ടങ്ങള്? തീർച്ചയായിട്ടും. അതായത് ഞാൻ എന്റെ ലൈഫ് തന്നെ മാറി. ഞങ്ങള് ഇവിടെ വന്നിട്ട് താമസിച്ചുകൊണ്ടിരുന്ന ഒരു അങ്കിളിന്റെ ഒരു വീട്ടിലാണ്, മംഗലാപുരത്തുള്ള ഒരു അങ്കിൾ ഇവിടെ വന്നിട്ട് വീട് വെച്ച് അദ്ദേഹത്തിന്റെ വീട്ടിൽ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ മോന് വിദേശത്തായിരുന്നു. വന്നപ്പോ പറഞ്ഞു ഞങ്ങളോട് ഒഴിഞ്ഞു തരാൻ പറഞ്ഞു വീട്ടിൽ നിന്ന്. അപ്പൊ ആ സമയത്താണ് ഈ കൊറോണ ആ ടൈം വന്നത്. അപ്പൊ പെട്ടെന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടി ഞങ്ങള് വീട് അന്വേഷിച്ച് കിടക്കുമായിരുന്നു. വീട് അന്വേഷിച്ച് കിടന്നപ്പോ ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്, ഈ നോൺ വെജിന് എല്ലാവർക്കും വീട് കിട്ടില്ല. അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഒരു ഇതുണ്ട്. അതായത് ചിലർ വെജിറ്റേറിയൻ ഒള്ളി എന്ന് എഴുതിയിരിക്കും. അപ്പൊ ഞാനും വൈഫും കൂടി വീട് എടുക്കാൻ പോയി. ഞങ്ങൾക്ക് വീടെല്ലാം ഇഷ്ടപ്പെട്ടു. എഗ്രിമെന്റ് എന്താ പറയണ നോൺ വെജിന് തരില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ നിന്നിട്ട് വൈഫിന്റെ കണ്ണ് നിറഞ്ഞു. അപ്പൊ നമുക്ക് അന്നൊന്നും എന്ത് ചെയ്യണമെന്നോ എന്തൊരു ലക്ഷ്യമൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് നമ്മൾ തിരിച്ച് വീണ്ടും വീട്ടിൽ വന്ന് വിഷമിച്ചിരിക്കുകയാണ്. അങ്ങനെ ആ സമയത്താണ് സാറിന്റെ ക്ലാസ്സിൽ കയറുന്നത്. അപ്പൊ സാറ് അന്ന് തന്നെ നമുക്ക് പറഞ്ഞു തന്ന 99 രൂപ ക്ലാസ്സിലാണ് ഞാൻ ആദ്യം കയറുന്നത്. 99 രൂപ ക്ലാസ്സിൽ കയറിയപ്പോ തന്നെ എനിക്ക് മനസ്സിലായി, ഇത് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് ചേഞ്ച് ആവും എന്നെനിക്ക് മനസ്സിലായി. അത് ഫോളോ ചെയ്ത് മൂന്നാമത്തെ മാസം ഞാന് സ്ഥലത്തിന് അഡ്വാൻസ് കൊടുത്തു. ബാങ്ക് പൈസ ഒന്നും ഉണ്ടായിട്ടല്ല, ജസ്റ്റ് കൊണ്ടുപോയി കൊടുത്തു. അന്നൊക്കെ ഒരു സൈറ്റിൽ ഒരു വീട് പണിയണം എന്നുള്ളതായിരുന്നു ആഗ്രഹം. ഒരു സൈറ്റിന് തന്നെ ഇവിടെ വലിയ വില വരും, ഇവിടെ സ്ക്വയർ ഫീറ്റിനാ വില. അപ്പൊ ഒരു സൈറ്റിന്, പക്ഷെ ഞാൻ 2 സൈറ്റിന് രണ്ടും കൽപ്പിച്ച് അഡ്വാൻസ് കൊടുത്തു. 2 സൈറ്റ് 1200 2400 സ്ക്വയർ ഫീറ്റിന്റെ ഒരു 2 സൈറ്റിന് അഡ്വാൻസ് കൊടുത്തു. പക്ഷെ 6 മാസം കൊണ്ട്, അത് കഴിഞ്ഞ സിൽവറിൽ കയറി ഇരിക്കുമ്പോഴാണ് 6 മാസം കൊണ്ട് എനിക്കത് രജിസ്റ്റർ ചെയ്തെടുക്കാൻ പറ്റും.
സിൽവർ ക്ലാസ്സിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആ സ്ഥലം രജിസ്റ്റർ ചെയ്തു. ഓക്കെ, ഷൈൻ, അത് ചെയ്തെന്ന് പറഞ്ഞില്ല, അത് എന്ത് ടെക്നിക്കാണ് ചെയ്തത്? മൈൻഡ് ബ്ലൂ പ്രിന്റ് എന്ന് പറയുന്നതിനെ കുറിച്ച് ഷൈൻ്റെ അഭിപ്രായം എന്താണ്? എന്താണ് മൈൻഡ് ബ്ലൂ പ്രിന്റ്? എനിക്ക് ഏറ്റവും അനുഭവപ്പെട്ടെന്ന് പറഞ്ഞാൽ TMFS എന്ന് പറഞ്ഞൊരു ഇത് പഠിപ്പിച്ചു. അതിന് ടൈം മണി ഫോക്കസ് ഫോക്കസ്, അതാണ് എനിക്ക് ഏറ്റവും പ്രയോജനപ്പെട്ടത്. കാരണം ഞാൻ അഡ്വാൻസിൽ പഠിച്ചല്ലേ, ഡയമണ്ടിൽ പഠിച്ചത്. അഡ്വാൻസ് അതിനുശേഷമാണ് ജീവിതത്തിൽ പെട്ടെന്ന് പടപടപടയെന്ന് മാറ്റം വരാൻ തുടങ്ങി. കാരണം ഞാൻ പൂർണ്ണമായിട്ടും അതിനകത്തിട്ട് സാർ ആദ്യമേ തൊട്ട് ഇങ്ങനെ ടൈം നിങ്ങൾ കൊടുക്കണം, നിങ്ങൾ അത് ചിന്തിക്കണം, നിങ്ങൾ ഫോക്കസ് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും നമ്മൾ അതിനകത്തിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. ആദ്യമൊക്കെ എനിക്ക് വിഷൻ ബോർഡ് വെക്കുമ്പോൾ പെട്ടെന്ന് എഫക്റ്റീവ് ആയിരുന്നു. വിഷൻ ബോർഡ് ഉണ്ടാക്കി, കാരണം വീടിന്റെ പ്ലാനൊക്കെ ഞാൻ അങ്ങനെ ചെയ്താ, വിഷൻ ബോർഡ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് എന്നും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇങ്ങനെ ഞാൻ ആ പ്ലാൻ എലിവേഷൻ എടുത്ത് വെച്ചിട്ട് അത് ഇങ്ങനെ കണ്ടോണ്ടിരിക്കുക. അത് മാത്രമല്ല, ആ വിഷൻ ബോർഡിന്റെ സൈഡിൽ ഞാൻ എന്റെ ഒരു ഓഫീസ് കൊടുത്തിരുന്നു. ആ ഓഫീസ് യാഥാർത്ഥ്യമായി. ആ ഓഫീസ് ഒലിവിയ ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് ഞങ്ങൾ 3 പേരാണ് അതിന്റെ ഡയറക്ടർ, ഞാൻ അതിന്റെ GM കൂടിയാണ്. ഓ, സൂപ്പർ സൂപ്പർ. അത് കഴിഞ്ഞ ഒരു ചുരുങ്ങിയ കാലയളവിനുള്ളിൽ നടന്നാണ്. ആ പ്രൈവറ്റ് ലിമിറ്റഡ് ആദ്യമൊക്കെ റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, പിന്നെ കമ്പനിയായിട്ട് രൂപീകരിച്ചു. 2 പേര് നമ്മുടെ പാർട്ട്നേഴ്സ് ഗൾഫിലാണ്, ദുബൈയിൽ, ഞാൻ ഒരാൾ ഇവിടെ. ഞങ്ങൾ ആ കമ്പനി രൂപീകരിച്ചൊക്കെ ആ എന്റെ വിഷൻ ബോർഡിൽ ഉണ്ടായിരുന്ന അതുപോലെ തന്നെയാണ് എന്റെ ഓഫീസ്. സൂപ്പർ സൂപ്പർ. താങ്ക് യു ഷൈൻ. നമ്മൾ ഇതെല്ലാം പഠിച്ചു തുടങ്ങുന്ന സമയത്ത് ഒരുപാട് പേരുടെ മനസ്സിൽ വരുന്ന ഒരു പ്രശ്നമാണ് സംശയം, ഇത് ശരിയുള്ളതാണോ, വർക്ക് ചെയ്യുമോ എന്നുള്ളത്. അപ്പോൾ ആ ഒരു സംശയം ഷൈൻ്റെ മനസ്സിലുണ്ടായിരുന്നോ? അതുപോലെ അത് എങ്ങനെയാണ് അത് തരണം ചെയ്തു വന്നത്? എന്റെ മനസ്സിൽ ആദ്യമേ തൊട്ട് ഇത് സംശയം ഉണ്ടായിരുന്നു. ആദ്യം സ്റ്റാർട്ടിങ് ചെയ്തിട്ട് ഇതൊക്കെ നടക്കണ കാര്യം, കാരണം നമ്മൾ ഇങ്ങനത്തെ ഇത് ആദ്യമായിട്ടല്ലേ കേൾക്കണത്. ഞാൻ സത്യത്തില് സാറിന്റെ ക്ലാസ്സിൽ വന്നതിന് ശേഷമാണ്, ഞാൻ ഇതിനു മുമ്പ് ഈ മിതേഷ് ഖത്രി സാറിന്റെ ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു വെബിനാർ ഉണ്ട്, അത് അപ്പൊ അങ്ങനെയാണ് ഇത് ആരെങ്കിലും മലയാളത്തിൽ പഠിപ്പിക്കണ്ടെങ്കിൽ പഠിക്കാം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് കറക്റ്റ് നമുക്ക് കൊണ്ടുവന്ന് തന്ന മട്ട് ഇത് വന്നത്. അപ്പൊ ഞാൻ മിതേഷ് സാറിന്റെ ശിഷ്യൻ തന്നെ വന്നു അല്ലേ? ഇടയ്ക്കിടയ്ക്ക് സാറ് പറയുമ്പോ ഞാൻ ആലോചിക്കും, ഇടയ്ക്കിടയ്ക്ക് പറയുമ്പോ അങ്ങനെ വന്നല്ലോ എന്ന് ഞാൻ ആലോചിക്കും. അപ്പൊ അങ്ങനെ ജീവിതത്തിൽ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചു എന്നുള്ളതാണ് അത്ഭുതം. ഭയങ്കരമായിട്ടുള്ള ഒരു മാറ്റം. അതായത് ഈ ആദ്യം വിശ്വാസമില്ലായ്മ പിന്നെ നമുക്ക് മനസ്സിലായി, ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് സംഭവിക്കാൻ തുടങ്ങിയപ്പോൾ മനസ്സിലായി, ഇതിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം കിട്ടും എന്നുള്ളത് മനസ്സിലായി. ആദ്യം എല്ലാവർക്കും ഉള്ള പോലെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് യാഥാർത്ഥ്യമാവാൻ തുടങ്ങി. വളരെ 10,000 രൂപയുടെ മാജിക് ചെക്ക് ആദ്യത്തെ ഒരു മാനിഫെസ്റ്റേഷൻ എന്തായിരുന്നു, ഓർമ്മയുണ്ടോ? ഫസ്റ്റ് മാനിഫെസ്റ്റേഷൻ എനിക്ക് ഓർമ്മയുണ്ട്. 10,000 രൂപയുടെ മാജിക് ചെക്കാ ഞാൻ ഇത്. അത് ഞാൻ 2.5 മാസം ഗ്യാപ്പ് ഇട്ടിട്ട് എഴുതിയ, കാരണം വിശ്വാസം ഉണ്ടായിരുന്നില്ല ഇത്. പക്ഷെ അത് കറക്റ്റ് ആയിട്ട് വന്നു. 10,000 രൂപയുടെ മാജിക് ചെക്ക് അന്ന് ഞാൻ വിഷ്വലൈസ് ചെയ്തെങ്കിൽ പിന്നീട് ഇപ്പോഴും എന്റെ അലമാരിലോട്ട് 30 ലക്ഷം രൂപയുടെ മാജിക് ചെക്ക് ഞാൻ പിന്നീട് ഞാൻ അച്ചീവ് ചെയ്തു. എന്റെ സ്റ്റേറ്റ്മെന്റിനകത്തുണ്ട്, ഞാനത് ഓ, അത് ശരി. ഓക്കെ. എങ്ങനെയാണ് ഇതിപ്പോ ഇതിനകത്ത് മൈൻഡ് ബ്ലൂ പ്രിന്റിനകത്ത് തന്നെ നമ്മൾ മനസ്സിന്റെ നെഗറ്റീവായിട്ടുള്ള സിസ്റ്റത്തെ കുറിച്ചും പോസിറ്റീവായിട്ട് നമ്മൾ ആക്കുന്നത് ഇങ്ങനെയെല്ലാം പഠിക്കുന്നുണ്ടല്ലോ. ഇത് എങ്ങനെയാണ്? ഒരുപാട് കാര്യങ്ങളുണ്ട് പഠിക്കുമ്പോൾ തന്നെ എല്ലാവരും ഇത് ഏത് എടുക്കണമെന്നൊക്കെ തോന്നും. പക്ഷെ അതിനെങ്ങനെയാണ്? കാരണം ഇത് നമ്മൾ പഠിച്ചാലും ഇതിൽ ഇത്രയും വലിയൊരു വിജയം കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വളരെ റെയറായിട്ട് ആൾക്കാർക്ക് പറ്റുന്നതാണ്. ഈ പഠിക്കുന്ന എല്ലാവരും 1 crore പെട്ടെന്ന് വരില്ല. അപ്പൊ അതെങ്ങനെയാണ് ഷൈൻ വന്നത്? എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുണ്ട്. എന്താണ് ഷൈനിന്റെ ഈ 1 crore രഹസ്യം? സാർ, എനിക്ക് പിന്നീട് അവസരങ്ങൾ ഒരുപാട് വന്നു. എനിക്ക് ചിലപ്പോൾ മറ്റുള്ളവർക്ക് അത് വന്നിട്ടുണ്ടാവില്ല. എനിക്കും അവസരങ്ങൾ, എനിക്ക് സ്വിച്ച് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. ആദ്യം ഒരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് മാറി വേറെ ഒന്ന് ചെയ്യാനുള്ള അത് ധൈര്യം കിട്ടിയത് ഇതിന് വന്നതിന് ശേഷം. ഈ പൈസയൊക്കെ ഉണ്ടാകുക എന്നുള്ളതിനേക്കാൾ ഉപരി എനിക്ക് ഇതിനകത്ത് കിട്ടിയ ഒരു മെച്ചം എന്ന് പറഞ്ഞാൽ, പൈസ ഉണ്ടാകുക എന്നുള്ളത് ആത്യന്തികമായ ലക്ഷ്യമല്ല. പക്ഷെ എനിക്ക് ഇന്ന് ഏത് ബിസിനസ്സും എങ്ങനെ ചെയ്യാനുള്ള ഒരു ധൈര്യം ഉണ്ടല്ലോ മനസ്സിനുള്ള, ഒരു സ്വസ്ഥതയും സമാധാനം. ലോകത്തിലെ ഏറ്റവും വലിയ നമ്പർ 1 കാര്യമാണ്. ഏറ്റവും വലിയ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ അതാണ്. എന്റെ ഫാമിലിയില്, ലൈഫില്, മക്കളുടെ ഇടയിലും ഞങ്ങളുടെ ഫാമിലിക്കുള്ളിൽ എല്ലാ മാറ്റങ്ങളും വന്നു എന്നുള്ളതാണ്. എല്ലാ മാറ്റങ്ങളും വന്നു. ഒരു സാറ് പറഞ്ഞൊരു ഫാമിലി ടൈം ഉണ്ട്. ഫാമിലി ഞാൻ ഇവരെ ഇത് കാണുന്ന എല്ലാവരോടും ഞാൻ റെക്കമെൻഡ് ചെയ്യും. കാരണം നിങ്ങൾ ഫോണും എല്ലാം മാറ്റി വെച്ചിട്ട് ഒരു ദിവസം 1 മണിക്കൂർ നിങ്ങളുടെ ഫാമിലിയുടെ ഒപ്പം ഇരുന്നാൽ തന്നെ നിങ്ങളുടെ ലൈഫ് മാറും. സത്യം. അവിടെ നിന്ന് നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടിക്കഴിഞ്ഞാൽ അല്ലെ ബാക്കി എല്ലാം നമുക്ക് അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റും. ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവരും മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ. ആ കാലഘട്ടത്തിൽ നമ്മൾ അതൊന്നും മാറ്റി വെച്ചിട്ട് സാറ് പറഞ്ഞ ഒരു ഫാമിലി ടൈം എന്ന് പറഞ്ഞ ആ സാധനം ഉണ്ടല്ലോ, അതൊന്നും ആളുകളൊന്ന് സ്പെൻഡ് ചെയ്താൽ തന്നെ അവരുടെ ലൈഫിൽ ഒത്തിരി മാറ്റങ്ങൾ, വലിയ മാറ്റങ്ങൾ ഉണ്ടാവും.
സൂപ്പർ, താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മളൊരു 7000 സിൽവർ പ്രോഗ്രാം ഒക്കെ ചെയ്യുമ്പോൾ തന്നെ അത് തന്നെ വലിയ, എല്ലാവരും അത്രയും വലിയ 7000 തന്നെ വലിയ എമൗണ്ട് ആണോ എന്നൊക്കെ വിചാരിച്ച് പഠിക്കുന്നത്. അവിടെ നിന്ന് ഈ പറയുന്ന 1.5 ലക്ഷം 2 ലക്ഷം ഒക്കെ കൊടുത്ത് പഠിക്കാനുള്ള ഒരു മെന്റാലിറ്റി എങ്ങനെയാണ് വന്നത്? സാർ ഞാന് ആദ്യം സാറ് പഠിപ്പിക്കുമ്പോൾ തന്നെ ഞാൻ ഇതിനകത്ത് ഞാൻ പറയുന്നുണ്ട്, ഞാനൊരു സ്റ്റോറി പഠിക്കുമ്പോൾ ഞാൻ പഠിക്കും. ആ സ്പീച്ച് നമ്മളെല്ലാരും വെയിറ്റ് ചെയ്തിരിക്കുന്ന കാര്യമുണ്ട്. ഈ മാസം 26-ന്, അതായത് 26 ഇന്ന് ഈ മാസം 26-ന് എല്ലാവരോടും പറയാണ്, നമ്മുടെ കൊച്ചിയിൽ പ്രോഗ്രാമിൽ ഷൈൻ്റെ ഒരു സൂപ്പർ സ്പീച്ച് വരാൻ പോവാണ്. അത് ഞാൻ വായിച്ച് ഞാനും എക്സൈറ്റഡ് ആയിപ്പോ കേട്ടോ. ഒരു കഥ പറയുന്ന പോലെയാണ് അത് കൊടുത്തിരുന്നത്. എന്തായാലും യൂട്യൂബ് പ്രേക്ഷകർക്ക് വേണ്ടി വരും. ഓരോ ക്ലാസ് എടുക്കുമ്പോഴും ഞാൻ അതുപോലെ പഠിക്കുക. ഓരോ ക്ലാസ് കഥ ഉണ്ടാക്കും അല്ലേ? ഒരു കഥ ഞാനങ്ങ് ഉണ്ടാക്കും. ഞാൻ ആ കഥ മുഴുവൻ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ അതിന് MMT എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പേറ്റന്റും ഒരു ട്രേഡ് മാർക്ക് രജിസ്ട്രേഷനും എടുത്തിട്ടുണ്ട്. ഞാനത് സൂപ്പർ ഒരു മൈൻഡ് മാപ്പിംഗ് ടെക്നിക്ക് ഫൗണ്ടഡ് ബൈ ഷൈൻ മുഹമ്മദ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സാറ് പറഞ്ഞു തന്നത് ഒരു കഥയാക്കി മാറ്റി ഞാനതൊരു ഞാനത് വെബ്സൈറ്റൊക്കെ ക്രിയേറ്റ് ചെയ്ത് അതിന് ചെയ്തിട്ടുണ്ട്. സൂപ്പർ. എനിക്ക് ഉറപ്പുണ്ട്, കാരണം അത് ഷൈൻ അത് ജനങ്ങളിലേക്ക് എത്തിക്കുവാണെന്നുണ്ടെങ്കിൽ, ഷൈൻ്റെ പേരിൽ തന്നെ പേറ്റന്റ് ചെയ്ത് എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് അത് അവരുടെ ജീവിതത്തിൽ ഒരു വെളിച്ചമാകുമെന്ന് എനിക്ക് 100% ഉറപ്പാണ്. എനിക്കത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. നിങ്ങളുടെ മാനിഫെസ്റ്റേഷനെക്കാളും എനിക്ക് സന്തോഷം തോന്നുന്നത് ആ കാര്യമാണ്. കാരണം അത് വേറൊരാൾക്കൂടെ പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ അല്ലെ എടുത്ത് വണ്ടർഫുൾ. ഞാൻ എപ്പോഴും ചിന്തിക്കും, സാറ് പറയാറുണ്ട് ഇങ്ങനെ കുറെ പേർക്ക് നിങ്ങൾ ഇത് പകർന്നു കൊടുക്കണം. സാറിന്റെ എല്ലാ ക്ലാസ്സിലും സാർ അറിഞ്ഞോ അറിയാതെയോ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് പറയാൻ എല്ലാവർക്കും കഴിയില്ല. ഞാനത് പറയുമ്പോഴൊക്കെ ഞാൻ ചിന്തിക്കും, ഒരാൾക്കെങ്കിലും ഇത് പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മതി ജീവിതത്തിൽ. കാരണം ഇത് ആ ഒരാളുടെ ലൈഫ് മാറുമല്ലോ സാറേ, ലൈഫ് തന്നെ ഭയങ്കര മാറിപ്പോകരുത്. വണ്ടർഫുൾ, താങ്ക് യു ഷൈൻ. യെസ്, ഞാൻ ചോദിച്ചത് ഈ 1.5 ലക്ഷമൊക്കെ കൊടുത്ത് പഠിക്കാമെന്ന് തീരുമാനിച്ച എപ്പോഴാണ്, ഏത് നിമിഷത്തിലാണ്? സാർ 1.5 ലക്ഷം കൊടുക്കാന്ന് പറഞ്ഞാൽ 1.5 ലക്ഷം എനിക്ക് ഒന്നും അല്ലായിരുന്നു ശരിക്കും. രണ്ടാമത്തെ ടേണൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ 2 ലക്ഷം പറയുമ്പോഴും എനിക്ക് ആ പീസ് പറയുമ്പോഴും ഞാൻ അന്ന് പറഞ്ഞിരുന്നു എനിക്കതൊരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിന്റെ മാറ്റങ്ങളിൽ നമുക്ക് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഇനിയും നമുക്ക് മുന്നോട്ട് പോകാന്നുള്ളതാണ് അതിനകത്ത് ഇത് ചെയ്യുന്നത്. എന്റെ വീട്ടിലുള്ള എന്റെ വൈഫ് വരുന്നുണ്ട് പ്രോഗ്രാമിന്. വൈഫ് ഒരു അത്ഭുതപ്പെട്ടിട്ട് നിൽക്കുകയാണ്. കാരണം 2023 പ്രോഗ്രാമിന് ഞങ്ങൾ ഒരുമിച്ച് പങ്കെടുത്തായിരുന്നു, റീചാർജ് 2023. വൈഫ് ഒരു അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. കാരണം വൈഫ് ഇപ്പൊ പറയണ അടുത്തൊരു സ്ഥലം വാങ്ങുക. ഇപ്പൊ ഇന്ന് നമുക്ക് പൈസ വരും അടുത്തത് ചെയ്യുക. കാരണം ഓൾറെഡി ഞാനൊരു സ്ഥലം വാങ്ങിയിട്ടിട്ടുണ്ട്, വീണ്ടും ഒരു സ്ഥലം വാങ്ങാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ അത് വരും എന്നുള്ള കാരണം അതിനനുസരിച്ചുള്ള ബിസിനസ്സുകളും അവസരങ്ങളും എല്ലാം നമുക്ക് അടുത്തടുത്ത് കിട്ടുന്നുണ്ട്. താങ്ക് യു സോ മച്ച് ഷൈൻ. ഇപ്പോൾ ഉള്ള ഒരു തലമുറയോട്, ഇപ്പം ആദ്യം ബിസിനസ്സുകാരോട് ചോദിക്കാം, ഷൈനൊരു ബിസിനസ് മാൻ ആയതുകൊണ്ട് ചോദിക്കാം, ബിസിനസ്സുകാർക്ക് കൊടുക്കാനുള്ള ഒരു സന്ദേശം എന്താണ്? ബിസിനസ്സുകാർക്ക് കൊടുക്കാന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ എപ്പോഴും എന്റെ മനസ്സിൽ ചിന്തിക്കാറുണ്ട്, ഒരേ ടൗണിൽ തന്നെ കരിക്ക് വിൽക്കുന്ന ആളുകളുണ്ടാവും. കരിക്ക് ഒരേ കരിക്ക് ഒരേ തോട്ടത്തിൽ നിന്ന് കൊണ്ടുവരുന്ന ആള്. പക്ഷെ ഒരാൾക്ക് നല്ല കച്ചവടമായിരിക്കും, മറ്റേ ആൾക്ക് ഒട്ടും കച്ചവടം ഉണ്ടാവും. ഇതിന്റെ ട്രിക്ക് ഒരു ബിസിനസ്സുകാരൻ ചിന്തിച്ചാൽ മതി. എന്താണ് ട്രിക്ക്? പറഞ്ഞപ്പോ ഷൈൻ എല്ലാവരും സ്റ്റോറിയിലൂടെയാണ് പറയുന്നത്. അതാണ് സാറ് പഠിപ്പിക്കുന്ന മൈൻഡ് പവർ ടെക്നിക്ക് എന്ന് പറഞ്ഞത്. ഒരേ സാധനം ഒരേ ആള് കൊണ്ടുവന്നിരിക്കുന്നു, ഒരേ ഉപഭോക്താക്കള്, ഒരേ ടൗൺ, ഒരേ സ്ഥലം, പക്ഷെ ഒരാൾക്ക് ബിസിനസ് കൂടുതൽ, ഒരാൾക്ക് ബിസിനസ് ഇല്ല. അവിടെയാണ് നമ്മുടെ ഈ മൈൻഡ് പവറിന്റെ രഹസ്യം ഒളിഞ്ഞു കിടക്കുന്നത്. അതൊന്ന് 2 വരിയിൽ എന്തായാലും പറയാം പ്രേക്ഷകർക്ക് വേണ്ടി, എനിക്ക് അറിയാൻ ആഗ്രഹം. തീർച്ചയായിട്ടും പറയാം. കാരണം ഈ നന്നായി വിൽക്കുന്ന കച്ചവടക്കാരൻ രാവിലെ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്തുകൊണ്ടായിരിക്കും അവൻ ഉറക്കത്തിൽ നിന്ന്. തീർച്ചയായിട്ടും വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് 10 രൂപയെങ്കിലും ചാരിറ്റിയിലിട്ട് അവൻ എടുത്തു വച്ചിട്ടുണ്ടാവും. വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് വെറും 10 രൂപയായിരിക്കും. അന്ന് ഒരു ദിവസം 2000-3000 ലാഭം അല്ലെങ്കിൽ 1000 രൂപ ലാഭം കിട്ടുന്നവൻ 10 രൂപയായിരിക്കും ചിലപ്പോൾ. പക്ഷെ എല്ലാ ദിവസവും രാവിലെ അവനത് മാറ്റി വെച്ചിട്ടായിരിക്കും അവൻ കിട്ടുന്ന. രാവിലെ തന്നെ കച്ചവടം കിട്ടുമ്പോൾ തന്നെ കച്ചവടം കിട്ടി, താങ്ക് യു എന്നുള്ള ഒരു നന്ദി അവന്റെ ഉള്ളിൽ നിന്ന് ഓട്ടോമാറ്റിക് ആയിട്ട് അവൻ മൈൻഡ് പവർ നമ്മൾ പഠിപ്പിക്കുമ്പോൾ പറയുന്നില്ലെങ്കിലും ഓട്ടോമാറ്റിക് ആയിട്ട് അവൻ പറയുന്നുണ്ടാവും. അവന്റെ ബിസിനസ് ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കും. സൂപ്പർ. അതാണ് ഇതിന്റെ രഹസ്യം. സാറ് പഠിപ്പിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. താങ്ക് യു സോ മച്ച്. ഇനി ഞാൻ ചോദിക്കുന്ന യുവ തലമുറയിലൂടെയാണ്, നമ്മൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഷൈൻ കൊടുക്കുന്ന ഒരു സന്ദേശം എന്താണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? തീർച്ചയായിട്ടും ഞാൻ അത് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു യങ് ജനറേഷൻ, വളർന്നു വരുന്ന കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാഭ്യാസത്തിന് അങ്ങനെ വലിയ പ്രാധാന്യമൊന്നും കൊടുക്കുന്ന ആളുകളല്ല. അവർക്ക് ഇഷ്ടമുള്ള മേഖല ഏതാണോ അതാണ് അവർ തിരഞ്ഞെടുക്കുക. ശരിക്കും അത് തന്നെയാണ് ചെയ്യേണ്ടത്.
ഇവിടെ ഒരുപാട് കോഴ്സുകളുണ്ട്. ഇന്നിപ്പോ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നിരവധി കോഴ്സുകളുണ്ട്. പക്ഷെ എന്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യങ് ജനറേഷനിലുള്ള ആളുകളെല്ലാം ഈ മൈൻഡ് പവർ കോഴ്സ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ലൈഫിലും അവരുടെ സമൂഹത്തിലും വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ പറ്റുമെന്നുള്ളതാണ് എനിക്ക് അവർക്ക് കൊടുക്കാനുള്ള ഒരു സൂപ്പർ സൂപ്പർ. ഇനി ചോദിക്കാനുള്ളത് ഒരു വിമൺ എംപവർമെന്റ് കോച്ച് എന്ന രീതിയിൽ ഞാൻ ഷൈനോട് ചോദിക്കുകയാണ്, ഒരു സ്ത്രീകൾക്ക് കുറച്ചുകൂടെ അപ്ഗ്രേഡ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് ഷൈൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ടിപ്പ് എന്താണ്? ഒരു ടിപ്പോ പ്രോസസ്സോ ടെക്നിക്കോ എന്തെങ്കിലും? കാരണം ഇപ്പൊ എന്റെ വൈഫിനെ ഞാൻ എന്റെ കൂടെ തന്നെ നിർത്തി എന്റെ ബിസിനസ്സുകളിലെല്ലാം ഞാൻ പാർട്ട്ണറാക്കി. എന്റെ പാർട്ട്ണറാണ് ഞാൻ. എന്റെ GST രജിസ്ട്രേഷൻ വരെ എന്റെയും വൈഫിന്റെയും. അപ്പൊ നമ്മുടെ കൂടെ ഡെവലപ്പ് ചെയ്ത് അത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഇത്തരത്തിലുള്ള ചില അറിവുകളും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഉള്ള ഒരു അറിവ്, ഇതെല്ലാം നമുക്ക് ഈ കോഴ്സുകളിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് എല്ലാം കിട്ടുന്നുണ്ട്. നമുക്ക് ആളുകളോട് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. നല്ല ചങ്കുറപ്പോട് കൂടിയിട്ട് ധൈര്യത്തോട് കൂടിയിട്ട് നമുക്ക് ഒരാളെ ഫേസ് ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ട്. അത്തരത്തിലൊക്കെ ലേഡീസിന് കൂടി കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതാണ്, ഞാൻ എങ്ങനെ അവരെ ഫേസ് ചെയ്യും, ഞാൻ എങ്ങനെ അതിനെ നേരിടും എന്നുള്ളതാണ് സ്ത്രീകളുടെ ഒരു ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞത്. പക്ഷെ അവര് ഇത്തരം ക്ലാസ്സുകളൊക്കെ അവർക്ക് സ്വന്തമായി കഴിഞ്ഞാൽ അവർക്ക് എത്ര വലിയ ആളുടെ മുമ്പിലും അവരെ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാനുള്ള ഒരു ധൈര്യം കിട്ടുന്നുള്ളതാണ്. ആ ധൈര്യം നേടിയെടുക്കുകയാണ് സ്ത്രീകൾ ശരിക്കും ചെയ്യേണ്ടത്. സ്ത്രീ ശാക്തീകരണം എന്ന് പറഞ്ഞാൽ ധൈര്യം നേടിയെടുക്കുകയാണ്. സൂപ്പർ ഷൈൻ. ഒരുപാട് കാഴ്ചപ്പാടും ഒരു പ്രത്യേക എന്താ പറയുക ഔട്ട്ലുക്കും ഉള്ള ഒരു വ്യക്തിയാണ്. താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ഇൻസൈറ്റ്സ്. കാണുന്നവർക്ക് അത്രയും മോട്ടിവേഷൻ ഇൻസ്പിറേഷൻ ലഭിക്കുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. ഇത് നമുക്ക് ഷൈൻ എങ്ങനെയാണ് ഈ വീടൊക്കെ മാനിഫെസ്റ്റ് ചെയ്ത ആ ഒരു സ്റ്റോറിയിലേക്ക് പോകാം. ഷൈൻ്റെ ഏറ്റവും വലിയ മാനിഫെസ്റ്റേഷനായ വീടിൻ്റെ 2.5 കോടിയുടെ വീടിൻ്റെ മാനിഫെസ്റ്റേഷൻ എങ്ങനെയാണ് നടന്നത് അതൊന്ന് ചുരുക്കി പറയാമോ? ആദ്യം നമ്മൾ വീട് ഇങ്ങനെ എടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തു. വീട് എടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ട് നമ്മൾ സ്ഥലം കണ്ടെത്തി. ഞാൻ അതിന് വേണ്ടി നടന്ന സ്ഥലം കണ്ടെത്തി. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ആദ്യം ഈ റെന്റിന് താമസിക്കോട്ടുനിന്ന് മാറുന്ന സമയത്താണ് നമ്മൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ ചിന്തിക്കുന്നത്. പക്ഷെ അന്ന് ഈ പ്ലാൻ എല്ലാം റെഡിയായി. സ്ഥലം നമ്മൾ നാട്ടിൽ എന്റെ വേറൊരു 2 സ്ഥലം ഉണ്ടായിരുന്നു എനിക്ക് നാട്ടില്. അപ്പൊ ഞാൻ അത് വിറ്റിട്ടാണ് ഈ സ്ഥലത്തിന്റെ ബാക്കി പേയ്മെന്റ് കൊടുത്തത്. പക്ഷെ വീട് പണിയാൻ നിൽക്കുമ്പോൾ ആകെ കയ്യിലുള്ളത് ഒരു 8 ലക്ഷം രൂപയുള്ളൂ. 8 ലക്ഷം രൂപയുള്ളൂ വീട് പണി സ്റ്റാർട്ട് ചെയ്യണ സമയത്ത്. അപ്പൊ നമുക്ക് തോന്നി അന്ന് ഇത് ചെയ്യണോ വേണ്ടോ എന്ന് ഇങ്ങനെ തോന്നി നിൽക്കുമ്പോഴാണ് പറഞ്ഞത് ഇല്ല. കാരണം എന്താ വെച്ചാൽ ബിസിനസ് ഇങ്ങനെ ഈ മൈൻഡ് പവറിന്റെയും ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ പുതിയ ബിസിനസ് കണ്ടെത്തുകയും അത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ നമുക്ക് തോന്നി ഇതിൽ നിന്ന് ഉറപ്പായിട്ട് നമുക്ക് ഇതിനുള്ള ഒരു ഫണ്ട് വരും എന്നുള്ളത് തോന്നി. പിന്നെ ഞാനൊരു ലോണും ഇത് ചെയ്തിരുന്നു. പക്ഷെ ആ ലോണൊക്കെ എനിക്ക് ഈസി ആയിട്ട് പിന്നീട് ക്ലോസ് ചെയ്യാൻ പറ്റി. ഡീറ്റെയിൽസ് വരെ ഞാൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ടെക്നിക്സ് ആണ്, മൈൻഡ് ബ്ലൂ പ്രിന്റ് ടെക്നിക്സ് ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് വീടിന് വേണ്ടി? ശരിക്കും വിഷൻ ബോർഡ് ആയിരുന്നു ആദ്യം ഞാൻ ക്രിയേറ്റ് ചെയ്തത്. വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്തിട്ട് ഈ വീടിന്റെ എലിവേഷൻ ഉണ്ടായിരിച്ചു. നമ്മുടെ കോതമംഗലത്ത് തന്നെയുള്ള നമ്മുടെ ഒരു സുഹൃത്തിനെ കൊണ്ട് ഞാൻ ഒരു എലിവേഷൻ ഉണ്ടാക്കി. ഈ എലിവേഷൻ ഞാൻ ശരിക്കും എന്റെ വാൾപേപ്പറും ഇതൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തു. ആ സെറ്റ് ചെയ്തിട്ട് നമ്മളിങ്ങനെ അതിനകത്തായിട്ട് തന്നെ ഇങ്ങനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പൊ ആ മനസ്സിൽ ഈ വീട്ടിൽ ഇന്നത് വേണം, വീടിന്റെ ഉള്ളിൽ ഒരു തിയേറ്റർ വേണം, ഒരു ജിം. ഇപ്പൊ അവിടെ ഇരുന്നാണ് സംസാരിക്കുന്നത്. ഞാൻ ആ തിയേറ്ററിന്റെ ഉള്ളിൽ ഇരുന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഇത് സൗണ്ട് പ്രൂഫ് ആയതുകൊണ്ട് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. ശരിയാണ്. ഒരു എക്സ്റ്റേണൽ ഡിസ്ട്രാക്ഷൻ ഒന്നുമില്ല. ഇതെല്ലാം മനസ്സിലാണ് ആദ്യം സൃഷ്ടിച്ചത് അല്ലേ? അതെ, മനസ്സിലാദ്യം നമ്മളിങ്ങനെ പൂർണ്ണമായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ശരിക്കും വീട് കയറി നടക്കുന്നത് ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്. കാരണം വീടിന്റെ ഉള്ളിൽ കൂടെ കയറി വന്നിട്ട് ഞങ്ങളുടെ പ്രെയർ ഉണ്ട് വെളുപ്പിനെ. ഞാൻ എല്ലാ ദിവസവും ഒരു 5-നും 5:30 ഇടയ്ക്ക് എഴുന്നേൽക്കുന്ന ഒരാളാണ്. എഴുന്നേറ്റിട്ട് ഞാൻ ഈ വീട് പണിയുന്ന സ്ഥലത്ത് അടുത്ത് തന്നെയാണ് ഞാൻ താമസിച്ചോണ്ടിരുന്നത്. അപ്പൊ ഞാൻ രാവിലെ വരും. വന്നിട്ട് ഞാൻ ഈ വീടിന്റെ ഉള്ളിൽ നടക്കണത്, ഇരിക്കണത്, ഫ്രണ്ടിലെ ഹോളിൽ ഇരുന്ന് ചായ കുടിക്കുന്നത് വരെ ഞാൻ എല്ലാ ദിവസവും രാവിലെ ചെയ്യാറുണ്ടല്ലേ? രാവിലെ പണി തീരുന്ന എല്ലാ ദിവസവും രാവിലെ വരും. പണി തീരുന്നത് വരെ എല്ലാ ദിവസവും രാവിലെ ഒരു 6 മണിക്കുള്ളിൽ വന്ന് ഞാൻ പണി സ്റ്റാർട്ട് ചെയ്ത അന്ന് മുതൽ തീരുന്നത് വരെ ആ ഒരു ഹോളിലും ഇവിടെ വന്ന് നിൽക്കാതെ പോയിട്ടില്ല. സൂപ്പർ. എങ്ങനെയാണ് ഈ 7 crore ബിസിനസ് മാനിഫെസ്റ്റ്? അതിൽ എന്തൊക്കെയാണ് ടെക്നിക്സ് യൂസ് ചെയ്തിട്ടുണ്ടായത്? അത് ഇങ്ങനെ അപ്രതീക്ഷിതമായി വന്നതാണ്. അപ്പൊ അന്ന് ധൈര്യം നമുക്ക് ഇപ്പൊ റിയൽ എസ്റ്റേറ്റ് ചെയ്യാനുള്ള ഒരു ധൈര്യം ഉണ്ടായിരുന്നില്ല. വളരെ കുറച്ച് നാളായിട്ടുള്ളൂ. ഈ 7.25 crore ആണ് ആ ബിസിനസ് നടന്നത്. അത് ഒരു 4.5 ഏക്കർ സ്ഥലം ഇവിടെ തന്നെയുള്ള ഒരു ആളുടെയാണ്. അയാൾക്ക് ടോട്ടൽ ഒരു 27 ഏക്കർ സ്ഥലമുണ്ട്. അപ്പൊ 4.5 ഏക്കർ സ്ഥലം ഇങ്ങനെ വിൽക്കാൻ വേണ്ടിയിട്ട് അയാൾ ഇവിടെ പ്ലാൻ ചെയ്യണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ജസ്റ്റ് ഇങ്ങനെ റിയൽ എസ്റ്റേറ്റിന്റെ ഒരു ചെറിയ ഇത് തുടങ്ങിയിട്ടുള്ള സമയമാണ്. ഇതൊക്കെ ഇപ്പൊ റീസെന്റ് ആയിട്ട് തുടങ്ങിയ റിയൽ എസ്റ്റേറ്റ് അല്ലേ?
റീസെന്റ് ആയിട്ട് തുടങ്ങിയതാ. ഒരു വർഷം കഷ്ടി ഡയമണ്ട് ചേർന്നപ്പോഴാണ് ഞാൻ ഇത് ചെയ്യുന്നത്. ഓക്കെ, ഗ്രേറ്റ് ഗ്രേറ്റ്. കഴിഞ്ഞ സാറിന്റെ ഓഫ്ലൈൻ പ്രോഗ്രാമിന്റെ അന്നായിരുന്നു എന്റെ ഓഫീസിന്റെ ഇനാഗുറേഷൻ. ഞാൻ ഓഹോ, അതുകൊണ്ടാണ് മൈൻഡ് ബ്ലൂ പ്രിന്റ് പ്രോഗ്രാം എനിക്ക് ഓർമ്മയുണ്ട്, അന്ന് ഷൈൻ ഇല്ലായിരുന്നു. ആ ബ്ലോക്കിംഗ് പ്രോഗ്രാം അന്ന് ഞാൻ ഉണ്ടായിരുന്നില്ല. അന്ന് ഈ കാരണം കൊണ്ടാണ് ഞാൻ വരായിരുന്നത്. ഈ 4.5 ഏക്കർ ഇപ്പൊ ഇവിടുത്തെ ഒരു ലാൻഡ് ഓണറുടെയാണ്, വലിയൊരു ലാൻഡ് ഓണർ. അപ്പൊ അയാളുടെ അടുത്ത് ഞാൻ പോയിട്ട്, അപ്പൊ സാറ് പറഞ്ഞ ധൈര്യത്തിൽ നിങ്ങൾ എന്തും ചോദിച്ചോ, നിങ്ങൾക്ക് കിട്ടാൻ നിങ്ങൾക്ക് അത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ട് കിട്ടും എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഇവിടെ അടുത്തുള്ള വീടാണ്. അപ്പൊ അയാളുടെ പോയിട്ട് ഞാൻ സംസാരിച്ചു, ഞാൻ ചെയ്യാം ഈ 4.5 ഏക്കർ ഡെവലപ്പ് ചെയ്ത് സെയിൽ. കാരണം 4 ഏക്കർ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ലാൻഡ് വാല്യൂ വെറുതെ വിറ്റാൽ പോലും 12 കോടി രൂപ വരും. അപ്പൊ ഞാൻ പറഞ്ഞു ഡെവലപ്പ് ചെയ്തിട്ട് തരുവാണെങ്കിൽ ഒരു സൈറ്റ് ആയിട്ട് ഞാൻ വിറ്റ് തരാന്ന് പറഞ്ഞു. അങ്ങനെ എന്റെ 90% ഞാൻ വിറ്റു. ഇനിയുള്ള ബാലൻസ് പറഞ്ഞാൽ അവരുടെ പ്രോഫിറ്റ് ആയി. ഇനിയും അവർക്ക് അതിനകത്ത് കോടിക്കണക്കിന്, ഞാൻ 7.5 കോടി രൂപ ഞാൻ തന്നെ 7.25 കോടി രൂപയുടെ ബിസിനസ് ഞാൻ തന്നെ ബാങ്കില് ചെയ്തിട്ടുണ്ട്. ഇനി എനിക്ക് തോന്നുന്നു ഷൈൻ ഇനി ഈ ലോകത്ത് എന്ത് നടക്കുമെന്നാണ് തോന്നുന്നത് അല്ലേ? എനിക്ക് എന്റെ വിശ്വാസം തന്നെയാണ് ഇപ്പൊ. ഞാൻ എന്ത് ഒന്നും അങ്ങനെ അമിതമായിട്ട് നമ്മൾ ചെയ്യില്ലല്ലോ സാറ്, നമ്മള് പക്ഷെ എന്നാലും നമുക്ക് ആവശ്യമുള്ളതെല്ലാം നമ്മൾ ചെയ്യും. നമ്മുടെ ഇപ്പോഴത്തെ ലെവലിൽ നിന്ന് അടുത്ത അങ്ങനെ തന്നെ പൊയ്ക്കൊണ്ടിരിക്കണം. തീർച്ചയായിട്ടും. സൂപ്പർ, വളരെ ഇൻസ്പയറിംഗ് ആണ് ഷൈൻ. ഇനി ഞാൻ ടെക്നിക്സ് ചോദിച്ചു, ടിപ്സ് ചോദിച്ചു, മെസ്സേജ് ചോദിച്ചു. ഇനി നമ്മൾ ചോദിക്കാനുള്ള നമ്മുടെ കോഴ്സിനെ കുറിച്ചാണ്. എന്താണ് നമ്മുടെ മൈൻഡ് ബ്ലൂ പ്രിന്റ് കോഴ്സ് വേറെ കോഴ്സുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഷൈൻ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്തൊക്കെയാണ്? ഞാൻ ആളുടെ പേര് പറയുന്നില്ല. ഞാനൊരു 3-4 മൈൻഡ് പവർ കോഴ്സ് ഇതിന്റെ ഇടയിൽ ഈ പറയുന്ന ചെറുതും ഇതൊക്കെ ആയിട്ട് ചെയ്തു നോക്കി. പക്ഷെ അതൊന്നും നമുക്ക് ഇത്ര സെറ്റ് ആകുന്നില്ല. നമുക്ക് പല കാരണങ്ങളുണ്ട് അതിന്. ഒന്ന്, സാറ് പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആരെങ്കിലും പഠിപ്പിക്കാവുന്ന രീതിയിലാണ് മെയിനായിട്ട്. അത് വളരെ ചെറിയ 99 രൂപയുടെ ക്ലാസ് ആണെങ്കിൽ പോലും ഈ ക്ലാസ് കേൾക്കുന്ന ഒരാൾക്ക് അല്പം കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടെങ്കിൽ അയാൾക്ക് വേറൊരാൾക്ക് ഈ ചെറിയ പറഞ്ഞു കൊടുക്കുക. അത്ര ഡീറ്റെയിൽ ആയിട്ടാണ് സാറ് പഠിപ്പിക്കുക. ഞാൻ എത്ര പേരുടെ കീഴിൽ പല വിദ്യാഭ്യാസം, ഞാൻ ഇപ്പൊ നാച്ചുറോപ്പതിയില് ഞാനിങ്ങനെ HRCM ആണ് ഞാൻ ക്രിയേറ്റ് ഒരു വർക്ക് ചെയ്യണത്. ഞാനിപ്പോ നാച്ചുറോപ്പതിയിൽ ഒരു ഡോക്ടർ, ഇത് BASM എന്ന് പറഞ്ഞ ഓൾട്ടർനേറ്റീവ് മെഡിസിന്റെ ഒരു സഫ്രോൺ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാനിപ്പോ ഫൈനൽ ഇയർ സ്റ്റുഡന്റ് ആണ്. ഞാൻ ഈ പ്രായത്തിൽ 47 വയസ്സായിരുന്നു. അപ്പൊ അതിന് കാരണം എന്ന് പറഞ്ഞാൽ സാറിന്റെ ഈ കോഴ്സാണ്. സാർ ഇപ്പൊ ചോദിച്ച കോഴ്സ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ആ കോഴ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് പഠിപ്പിക്കാൻ പറ്റും. നമുക്ക് ഏതൊരാൾക്കും ഇന്നിപ്പോ സാർ ഒരു ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് പഠിച്ചു പോകുന്ന ഏതൊരാൾക്കും ഇന്ന് പഠിപ്പിച്ച എന്തൊക്കെയാന്ന് വളരെ കൃത്യമായി ആർക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അങ്ങനെ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കാൻ ഈസിയാണ്. സൂപ്പർ ഷൈൻ, താങ്ക് യു. അതാണ് ആ കോഴ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞത്. സാറിന്റെ കോഴ്സിന്റെ പ്രത്യേകത അതാണ്. താങ്ക് യു ഷൈൻ, താങ്ക് യു സോ മച്ച്. എന്താണ് നമ്മുടെ ടീം മെമ്പേഴ്സിനുമായിട്ടുള്ള അഭിപ്രായം? നമ്മുടെ ടീം സപ്പോർട്ട് അതും നമുക്ക് പറയാതിരിക്കാൻ വയ്യ. ഞാൻ ഓരോരുത്തരുടെ പേരെടുത്ത് പറഞ്ഞ ആരും വിട്ടുപോയാന്ന് അല്ല, എന്നാലും കുറച്ച് പേരുകൾ പറഞ്ഞോ, ധൈര്യമായിട്ട് പറഞ്ഞു. രേഷ്മ, ശരണ്യ, പിന്നെ പുതുതായിട്ട് സുരഭി ഇപ്പൊ അടുത്താണ് ഫോളോ. പക്ഷെ ഫോളോ അപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്ത ഫോളോ അപ്പ്. രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം എല്ലാം ഒരു ഫോളോ അപ്പ്. സ്പീച്ചിന്റെ ഫോളോ അപ്പ്. ടീച്ചിന്റെ ഫോളോ അപ്പും ഒരു കാര്യം ഏൽപ്പിച്ചു വിട്ട് കഴിഞ്ഞാൽ സാറിന്റെ ഒരു സക്സസ് എന്ന് പറഞ്ഞാൽ ഞാൻ വിലയിരുത്തേണ്ടതാണ്. ഞാനും കാരണം 10-15 വർഷമായി ബിസിനസ് ചെയ്യുന്ന സാറിന്റെ സക്സസ് എന്ന് പറഞ്ഞാൽ സാറിന്റെ ടീമാണ്. വല്ലാത്തൊരു ടീമാണ്. അത് ഒരു സപ്പോർട്ടിങ് കോളാണെങ്കിലും അല്ലെങ്കിൽ അതിന്റെ ഒരു ക്ലാസ്സിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതാണെങ്കിലും ഒരു ഓർഗനൈസിങ് ആണെങ്കിലും ഫോളോ അപ്പ് ആണെങ്കിലും എല്ലാത്തിനും വളരെ കൃത്യമായൊരു സ്ട്രാറ്റജി ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, പല കോഴ്സുകൾ ഞാൻ 6 കോഴ്സ് ചെയ്തിട്ടുണ്ട്. ഞാൻ UK എന്നൊരു കോഴ്സ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിന്റെ സർട്ടിഫിക്കറ്റ് രേഷ്മയ്ക്ക് അയച്ചു കൊടുത്തത്, ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീഷണർ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നും എനിക്ക് ഇത്രയും തൃപ്തിയായിട്ടില്ല. ഞാൻ അവരുടെ അടുത്ത് ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഒരു സാറുണ്ട്, ഒരു മെന്റർ ഉണ്ട് എനിക്ക്. ഞാൻ അത്രയും തൃപ്തി എനിക്ക് വേറൊരു സ്ഥലത്തും ഞാൻ നല്ലൊരു ടീമാണ്. താങ്ക് യു സോ മച്ച്. എന്നിൽ ഇഷ്ടപ്പെടുന്ന എന്ത് കാര്യമാണ്? ഞാൻ ഷൈനിൽ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം പറയാം. ഷൈന് അത്രയും വലിയൊരു ലെവൽ എത്തിയിട്ടും ഇപ്പോഴും ആ ഒരു ഹംബിൾനെസ് കീപ്പ് ചെയ്യുന്നുണ്ട്. അതാണ് എനിക്ക് ഏറ്റവും അട്രാക്ഷൻ തോന്നിയത്. അതുപോലെ ഞാൻ സ്പീച്ച് പറയാൻ വേണ്ടി പറഞ്ഞപ്പോഴും അതിനെ ഭയങ്കര സീരിയസ് ആയിട്ട് അതുകൊണ്ട് വർക്കൗട്ട് ചെയ്തിട്ട് അവിടെ ഒന്ന് പ്രസന്റ് ചെയ്തപ്പോൾ അവിടെ ഇരിക്കും എല്ലാവരും, ഞാൻ ഉൾപ്പെടെ ഞെട്ടിപ്പോയി. കാരണം നമ്മളിപ്പോൾ ഒരു സ്പീച്ച് പറഞ്ഞാൽ ആർക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒരു 10 മിനിറ്റ് അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യാം. ഷൈന അതിൽ എനിക്ക് ഉറപ്പാണ് അത് നല്ല സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതിനൊരു കഥാ രീതിയിൽ കൊണ്ടുപോകുന്നത്. അപ്പോൾ അത്രയും ഡെഡിക്കേറ്റ് ചെയ്ത് ഹംബിളായിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഇൻസ്പിറേഷനാണ്. താങ്ക് യു സോ മച്ച്. ഷൈൻ എന്നിൽ നിന്ന് ഇഷ്ടപ്പെടുന്ന കാര്യം എന്താണ്? സാറി പറഞ്ഞ പോലെ ഞാന് ഒരുപാട് സമയം അതിന് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. നല്ല തിരക്കുള്ളപ്പോ പോലും സാറിന് ഇഷ്ടപ്പെടുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. കാരണം ഒന്ന് ക്ഷമ, അത് വല്ലാത്തൊരു ഇതാണ്.
ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. പലരും ഇങ്ങനെ ചോദിക്കുമ്പോഴും പറയുമ്പോഴും ഒക്കെ സാറ് കൃത്യമായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നുണ്ട്. അത് എല്ലാവർക്കും പറ്റിക്കൊള്ളുന്നില്ല. ചിലർക്കൊക്കെ ചില സമയത്ത് ഒരു അസ്വസ്ഥതയും കാര്യങ്ങളൊക്കെ വരും. പക്ഷെ ഇതങ്ങനെയല്ല. ഇത് വളരെ കൃത്യമായിട്ട് ഇനിയിപ്പോ ഒന്നും മനസ്സിലായാലും വീണ്ടും ബ്രേക്ക് ഔട്ടിലേക്കൊക്കെ ഇട്ടിട്ടൊക്കെ പഠിപ്പിക്കുന്ന രീതി ഉണ്ടല്ലോ, അതൊക്കെ അവർക്ക് ശരിക്കും ഇത് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സംഭവങ്ങളാണ്. പിന്നെ സാറിന്റെ വളർച്ച അത് ഞാൻ വളരെ കൃത്യമായി സ്റ്റഡി ചെയ്തിട്ടുണ്ട്. കാരണം സാർ എപ്പോഴും പറയുന്ന ഒരു കഥ ഉണ്ടല്ലോ, അതൊരു കഥ പോലെയാണ് ഞാൻ കാണുക. ഞാൻ കാണുമ്പോ ഞാൻ അതിനെ ഒരു കഥ പോലെയാണ് കാണുക. പണ്ട് പോസ്റ്റർ ഒട്ടിച്ച ആ ഒരു ഇതൊക്കെ സ്ലൈഡൊക്കെ കാണിച്ച ആ കഥ അതിന്റെ ഒരു വളർച്ചയുടെ സ്റ്റേജ് ഉണ്ടല്ലോ, അത് ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ആണ്. ശരിക്കും മനസ്സിലാക്കുന്ന ആളുകൾക്ക് അത് വല്ലാത്തൊരു ആ ഒരൊറ്റ ഇൻസ്പിറേഷൻ മതി അവരുടെ ജീവിതത്തിൽ രക്ഷപ്പെടാൻ. താങ്ക് യു. വളർച്ച എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് ഷൈന ഒന്ന് പഠിച്ചത്? ഇത് എനിക്ക് സാറിന് ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. അതായത് സാർ ഉണ്ടാക്കിയെടുത്ത ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. അതായത് അതൊരു വല്ലാത്ത സാറ് പഴയ ഇതൊന്ന് സാറൊന്ന് ചെക്ക് ചെയ്ത് നോക്കി. ആദ്യത്തെ എനിക്ക് 2021 മെയ് 27 നമ്മൾ ഈ മൈൻഡ്, അതിന് തൊട്ട് മുമ്പ് ഞാനൊരു 99 ഇംഗ്ലീഷ് കോഴ്സ്, അന്നത്തെ ഒരു സ്റ്റേജും ഇന്നത്തെ സ്റ്റേജും തമ്മിൽ ഒത്തിരി വ്യത്യാസം. കേരളത്തിൽ ഇത്രയും വലിയൊരു മൈൻഡ് പവർ കോഴ്സ് നടത്തുന്ന ആരും ഉണ്ടാവില്ല, ഞാൻ 100%. കാരണം ഇത്രയും വലിയൊരു എമൗണ്ടിന്റെയും ആ എമൗണ്ടിന് ചേരാൻ കാത്തു നിൽക്കുന്ന കുട്ടികൾ ഞാനടക്കമുള്ളവർ. അങ്ങനത്തെ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും അച്ചീവ് ചെയ്യാൻ പറ്റും. ഞാന് നമ്മുടെ ഈ ഡയമണ്ടിലുള്ള പലരും വളർന്നു വരുന്നുണ്ട്. എനിക്കൊരു കാഴ്ചപ്പാടുണ്ട്. എനിക്ക് തോന്നുന്നത് അവരൊരു 3 വർഷം കൊണ്ട് എന്നെക്കാളൊക്കെ വലിയ ഇത് അടുത്തൊരു വർഷം സാറ് പ്രസന്റ് ചെയ്യുന്നത് എന്നെക്കാളും ഒത്തിരി വലിയ ആളുകളൊക്കെ ആയിരിക്കും. കാരണം അവരുടെയൊക്കെ വളർച്ച നമുക്ക് കാണാൻ പറ്റും. ഷൈന 100 കോടിയോടെ എത്തിക്കും. തീർച്ചയായിട്ടും ഞാനതിനുള്ള ശ്രമത്തിലാണ്. അവരവിടെ 1 കോടി 10 കോടി കിട്ടുമ്പോഴേക്കും നമ്മൾ അവിടെ ഉണ്ടാവും. ഓക്കെ, നമ്മൾ പറഞ്ഞ 100 കോടി ക്ലബ് പോലെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. താങ്ക് യു ഷൈൻ, താങ്ക് യു സോ മച്ച്. എന്നെയും ഒരുപാട് ഇൻസ്പയർ ചെയ്തു ഇന്റർവ്യൂ. എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ ഷോക്ക് ചെയ്യിപ്പിച്ചത് കുറച്ച് സ്റ്റുഡൻസ്, അതിൽ ഒരാൾ ഷൈനുണ്ട്. വിപിൻ സാറ് ഒരു 10 ലക്ഷത്തിന്റെ പ്രോഗ്രാം ഇറക്കിയാലും ഷൈനെ നീ വാന്ന് പറഞ്ഞാൽ അതെ ഞാൻ എടുക്കും, തീർച്ചയായിട്ടും ഞാൻ എടുക്കും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആ 10 ലക്ഷം എനിക്ക് ശരിക്കും പറഞ്ഞാൽ അതിലൊക്കെ അപ്പുറത്ത് നമുക്ക് വേറൊരു ജീവിതമാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ. എനിക്ക് ചില പറയാൻ പറ്റുന്ന കാര്യങ്ങളും പറയാൻ പറ്റാത്ത കാര്യങ്ങളും ഉണ്ടാവും എല്ലാവരും ലൈഫിൽ. ജീവിതത്തിൽ തന്നെ എനിക്ക് വലിയ ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചിട്ടുണ്ട്. എന്റെ ഫാമിലി അങ്ങനെ അതൊക്കെ ചിലതൊക്കെ നമുക്ക് പറയാൻ പറ്റും, ചിലത് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാൽ പോലും അതിനകത്തൊക്കെ വലിയ കാര്യങ്ങളുണ്ട്. ഈ പഠിപ്പിച്ച സംഭവത്തിൽ സാറ് പോലും അറിയാതെ ഓരോ കുട്ടികളും ഏൺ ചെയ്തെടുക്കുന്ന അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അത് അവർക്ക് ചിലപ്പോൾ ഒരു പബ്ലിക് ഇതില് ചിലപ്പോൾ പറയാൻ പറ്റിക്കോളന്നില്ല. അത് ഇമോഷണലിയും പല രീതിയിലും ആളുകൾക്ക് മാറാൻ കഴിയുന്ന ഒരു വലിയ ഒരു ഇതാണ് സാർ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ക്ഷമ, ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി, മറ്റുള്ള കാര്യങ്ങളെല്ലാം ഇത് ചെയ്യുക, പകം മാറ്റുക, ഇതൊക്കെ ഇങ്ങനെ വരുമ്പോൾ തന്നെ നമ്മുടെ ലൈഫിൽ നമ്മുടെ ഫാമിലിയിൽ ഉണ്ടാകാവുന്ന സാറ് പോലും അറിയാതെ സാറ് കൊടുക്കുന്ന ഒരു ഊർജ്ജം ഉണ്ടാവും. അത് പലരുടെയും ലൈഫിനെ മാറ്റിമറിക്കുക. താങ്ക് യു ഷൈൻ, താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷവും നന്ദിയുണ്ട് ഷൈനോട്, ഇങ്ങനെ ഇത്രയും ജെന്യുവനായിട്ട് വന്നിരിക്കുന്നതിലും. നന്ദിയുണ്ട്. ആ ഗ്രാറ്റിറ്റ്യൂഡിലാണ് നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞത്. കാരണം എന്റെ വിശ്വാസ പ്രകാരമാണെങ്കിലും ഞാൻ കുറെ പഠിച്ചിട്ടുണ്ട്. അതിനനുസരിച്ചും ഇത്തരം ഒരു നന്ദിയിലൂടെ സാറ് പഠിപ്പിച്ചു തന്ന ഇതിലൂടെ പോകുമ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നേടാൻ കഴിയുമെന്ന് ആത്മീയപരം, സ്പിരിച്വലി, ഹെൽത്ത് പരമായിട്ട് എന്റെ ശരീരം, ഞാൻ പറഞ്ഞു 47 വയസ്സായി എനിക്ക്. ഞാൻ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇതിന് ശേഷമാണ്. ശരിക്കും ഈ 3 വർഷമായിട്ടുള്ള ബോഡി മെയിൻറ്റെയിൻ ചെയ്തത്. എനിക്ക് ഓർമ്മയുണ്ട്, ഒരു ക്ലാസ്സിൽ മെലിഞ്ഞു വന്നിരുന്നത് നമ്മളാരും തിരിച്ചറിഞ്ഞില്ല. എങ്ങനെ മെലിഞ്ഞിരിക്കണെന്ന് ചോദിച്ചു. ഞാൻ ശരിക്കും പറഞ്ഞ 108 കിലോ ഞാൻ അന്ന് 85 കിലോ ഉണ്ട്, ഇപ്പൊ 87 കിലോ ഉണ്ട്. പക്ഷെ എന്നാലും ഞാൻ ഇപ്പോഴും അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഹെൽത്ത് ആണെങ്കിലും കരിയർ ആണെങ്കിലും മണി ആണെങ്കിലും ഫാമിലി റിലേഷൻസ് ആണെങ്കിലും എല്ലാം മെയിൻറ്റെയിൻ ചെയ്യാൻ ഈ ഒരു ഇതും കൊണ്ട് പറ്റുന്നുണ്ട്. സൂപ്പർ ഷൈൻ. നമ്മൾ കഴിഞ്ഞു പോയാലും കാലങ്ങൾ കടന്നു പോയാലും ഡോക്ടർ വിപിനും ഷൈൻ മുഹമ്മദും എല്ലാം പോയാലും ഈ ഇൻ്റർവ്യൂ ഒക്കെ യൂട്യൂബിലും ഇനി വരുന്ന തലമുറ എല്ലാവരെയും ഇൻസ്പയർ ചെയ്യട്ടെ. താങ്ക് യു ഫോർ യുവർ ടൈം. ഒരുപാട് സന്തോഷം ഷൈൻ. ലാസ്റ്റായിട്ട് ചോദിക്കുകയാണ്, ഞാൻ ഷൈൻ്റെ ഡീറ്റെയിൽസ് താഴെ കൊടുക്കുന്നുണ്ട്. അദ്ദേഹം ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്മാനാണ്, അതുപോലെ ഗാർമെൻറ്റ് ബിസിനസ് ചെയ്യുന്നുണ്ട്. ബാംഗ്ലൂരിൽ നിങ്ങൾക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിൽ എൻ്റെ സ്റ്റുഡൻസിന് ഷൈനുമായിട്ട് കണക്ട് ചെയ്യാം, റിയൽ എസ്റ്റേറ്റിൻ്റെയോ എന്ത് കാര്യത്തിനും കണക്ട് ചെയ്യാം. അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസും താഴെ കൊടുക്കുവാണ്. താങ്ക് യു. ലാസ്റ്റായിട്ട് ഞാൻ ചോദിക്കുവാണ് ഷൈനോട്, നമ്മുടെ ഡയമണ്ട് കോഴ്സിലേക്ക് എല്ലാവരും വരണം എന്ന് ഷൈൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്തുകൊണ്ട്?
തീർച്ചയായും ഞാൻ എല്ലാവരോടും പറയുന്നത് ഈ ഡയമണ്ട് കോഴ്സ് എടുക്കണമെന്നാണ്. കാരണം ഈ ലോ ഓഫ് അട്രാക്ഷന്റെയും NFT-യുടെയും ഓപ്പണോപ്പണയുടെയും NLP-യുടെയും എല്ലാം ഒരു ഏറ്റവും അഡ്വാൻസ്ഡ് വേർഷനാണ് അവിടെ പഠിപ്പിക്കുന്നത്. മൈൻഡ് ബ്ലൂ പ്രിന്റ് ഡയമണ്ട്സ് അല്ലേ? മൈൻഡ് ബ്ലൂ പ്രിന്റ് ഡയമണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കംപ്ലീറ്റ് കോഴ്സാണ്. കംപ്ലീറ്റ് കോഴ്സ് ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളെയും സ്പർശിച്ചു പോകുന്ന, അതിനെ മാറ്റിമറിക്കുന്ന ഒരു ടെക്നിക്കാണ് മൈൻഡ് ബ്ലൂ പ്രിന്റ് ഡയമണ്ട് എന്ന് പറഞ്ഞ സംഭവം. അതിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഒരു സമുദ്രത്തിൽ ഇറങ്ങി മുത്തും പഴം എടുക്കുമ്പോഴാണ് ഞാൻ പറയും. കാരണം അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, ഈ ഭൂമി മുഴുവൻ സമൃദ്ധിയാണ്. ആ സമൃദ്ധി കാണണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു കണ്ണ് നമുക്ക് വേണം. ആ കണ്ണ് ക്രിയേറ്റ് ചെയ്യലാണ് ഈ മൈൻഡ് ഡയമണ്ട് എന്ന് പറഞ്ഞാൽ ഈ പ്രോഗ്രാം ചെയ്യുക. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാം എടുക്കാം. ഇവിടെ തന്നെ നമ്മുടെ മുമ്പിൽ തന്നെ എല്ലാം ഉണ്ട് എന്ന് നമുക്ക് ബോധ്യം വരുന്നതും നമുക്ക് അത് യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുന്നതും ഈ ഒരു മെന്റർഷിപ്പും ഈ ഒരു കോഴ്സും കൂടി വരുമ്പോഴാണ് എന്നാണ് എന്റെ അഭിപ്രായം. അതുകൊണ്ട് എല്ലാവരും ഞാൻ അതിനകത്ത് റെക്കമെൻഡ് ചെയ്യും. കാരണം ഒരു വർഷം കൊണ്ട് തീർച്ചയായിട്ടും അവരുടെ ലൈഫിൽ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ, ആ ഫോളോ അപ്പ് മാത്രം, കൺസിസ്റ്റൻസിയും ഫോളോ അപ്പും ഇല്ലെങ്കിൽ മാത്രമാണ് അവർക്ക് റിസൾട്ട്. ഇപ്പൊ ഞാൻ 2 ലക്ഷം രൂപ സാറിന് തന്നു, എന്നിട്ട് ഞാനിതൊന്നും ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ അതിന് വരണ്ട. പക്ഷെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒറ്റ വർഷത്തിനുള്ളിൽ ഉറപ്പായിട്ടും അവരുടെ ലൈഫിൽ മാറ്റം ഉണ്ടാവും എന്നുള്ള 100% ഗ്യാരണ്ടിയാണ്. താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ വേർഡ്സ്. താങ്ക് യു സോ മച്ച് ഫോർ ദ ഇൻസ്പിറേഷൻ ഷൈൻ. ഇപ്പോൾ ഈ കാണുന്നവർക്ക് ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിലും ഷൈന് റിയൽ എസ്റ്റേറ്റ് സംബന്ധമായിട്ടുള്ളതോ അല്ലെങ്കിൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും യു ക്യാൻ കോൺടാക്ട് ഷൈൻ. അതുപോലെ മൈൻഡ് ബ്ലൂ പ്രിൻ്റ് ഡയമണ്ട് കോഴ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കുന്നു. ഷൈൻ ക്രോർ ക്ലബ്ബിൽ വന്നു കഴിഞ്ഞ് ഇനി അദ്ദേഹത്തെ കൊണ്ടുപോകാൻ പോകുന്ന 10 ക്രോർ ക്ലബ്ബിലും 100 ക്രോർ ക്ലബ്ബിലുമാണ്. ഇതേ ചാനലിൽ അദ്ദേഹത്തിന് ഇൻ്റർവ്യൂ വരും, ഞാൻ ഉറപ്പ് വരുന്നു. ഇതേപോലെ 10 കോടിയുടെയും 100 കോടിയുടെയും മേ ബി കുറച്ച് വർഷങ്ങൾ എടുക്കുമായിരിക്കും, പക്ഷേ ഞാൻ അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവരും. ഈ വരുന്ന 26-ാം തീയതി അദ്ദേഹത്തിൻ്റെ ഒരു സ്പീച്ചിന് വേണ്ടി നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യുവാണ് കേട്ടോ, കൊച്ചി പ്രോഗ്രാമിന്. പക്ഷേ ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഫോർ ജോയിനിങ് അസ്. ഓക്കെ, അപ്പോൾ എത്രയും വേഗം തന്നെ 10 കോടി ക്ലബ്ബിലേക്ക് എത്താൻ കഴിയട്ടെ. താങ്ക് യു സോ മച്ച് ഷൈൻ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ബൈ ഷൈൻ. താങ്ക് യു.